ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ചു കോടതി. പോറ്റിയുമായുള്ള ബന്ധം, തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള തെളിവുകളിലുള്ള അപര്യാപ്തത എന്നിവ പരിഗണിച്ച് കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കൊരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എസ് ജയശ്രീയുടെ കൈയക്ഷരം പരിശോധന നടത്തും. നടൻ ജയറാമിനെ വീണ്ടും ചോദ്യം ചെയ്യാനും തീരുമാനമുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾക്ക് പുറത്തിറങ്ങാൻ സർക്കാർ സൗകര്യമൊരുക്കുകയാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. കട്ടിളപ്പാളി ദ്വാരപാലക ശില്പ സ്വർണ്ണമോഷണ കേസുകളിൽ ജയിലിലായി 41-ാം ദിവസമാണ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിക്കുന്നത്. കേസിൽ പോറ്റിയുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനും തന്ത്രിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും മതിയായ തെളിവുകൾ ഹാജരാക്കാത്തതിനാലാണ് കോടതി ജാമ്യത്തിൽ വിട്ടത്. കേസിൽ സ്വാഭാവികമല്ലാത്ത ജാമ്യം ലഭിക്കുന്ന പ്രതി കൂടിയാണ് തന്ത്രി എന്നതും ശ്രദ്ധേയമാണ്. തെളിവുകളുടെ അഭാവത്തിൽ ജാമ്യം അനുവദിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. തന്ത്രി എന്ന രീതിയിലാണ് ശബരിമലയിൽ ഇടപെടൽ നടത്തിയതെന്നും സ്വർണ്ണാപഹരണത്തിൽ പങ്കില്ലെന്നും തന്ത്രി വാദിച്ചു. ഇന്ന് വൈകിട്ടോടെ തന്ത്രി ജയിൽ മോചിതനാകും. തന്ത്രിയുടെ ജാമ്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ പ്രതിപക്ഷം സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികൾക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യമാണ് സർക്കാർ ഒരുക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി. ചാർജ് ഷീറ്റ് കൊടുക്കാത്തത് കൊണ്ട് ജാമ്യം കിട്ടി എല്ലാവരും പുറത്തിറങ്ങി. ഇനി വല്ല തെളിവിന്റെ കണിക ബാക്കിയുണ്ടാവോ? ഇവരെല്ലാം പോറ്റിയൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ. അതേസമയം കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് നടപടികൾ ശക്തമാക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കൊരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ കൈയക്ഷരം പരിശോധിക്കും. മിനിറ്റ്സ് തിരുത്തിയതിൽ വ്യക്തത വരുത്താനാണ് കൈയക്ഷരം പരിശോധിക്കുന്നത്. ജയശ്രീയോട് സ്വത്ത് വിവരങ്ങൾ കൈമാറണമെന്നും ഇ.ഡി. ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിൽ നടൻ ജയറാമിനെ വീണ്ടും ചോദ്യം ചെയ്യാനും ഇ.ഡി. ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം താരത്തെ ചോദ്യം ചെയ്തെങ്കിലും ചില കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ടെന്നാണ് ഇ.ഡി. വിലയിരുത്തൽ. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ജയറാം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.